നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ജൂലൈ 23. നമ്മൾ ട്രേഡിംഗ് തുടങ്ങിയിട്ട് 43ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് സ്ക്രീനിൽ കാണുന്ന പോലെ 16,756 ലോസ് നമുക്ക് പൊസിഷൻസിലുണ്ട്. 2,600 ലോസ് ചാർജസും ബ്രോക്കറേജ് എല്ലാം കൂടിയിട്ട് അതുകൊണ്ട് എല്ലാം കൂടിയിട്ട് ഒരു 19,000 എബോ നമുക്ക് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, കറണ്ട് ഫണ്ട് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇതിൽ നിന്ന് 2,600 കുറച്ച് കഴിഞ്ഞാൽ 1,27,900 വരുന്നുണ്ടാവുള്ളൂ. 2,600 കൂടുതലുണ്ട് ലോസ് എന്ന് പറഞ്ഞ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ ചില ദിവസങ്ങളുണ്ടാവുമല്ലോ നമുക്ക്, നമ്മൾ എവിടെ ട്രേഡ് എടുത്താലും നമുക്ക് നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മളിന്ന് എടുത്തത് ഒരുവിധമൊക്കെ പി ആണ്. ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്നെടുത്തത് ഇതെല്ലാം 24,000 23,900 പി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇന്നെടുത്ത ട്രേഡാണ്. നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു, പക്ഷേ പലപ്പോഴും നമ്മൾ എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കും, എക്സെറ്റ് ചെയ്യും, റിവേഴ്സൽ കാണിക്കും, എക്സെറ്റ് ചെയ്യും. അതാണ് അങ്ങനെ ചില ദിവസങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മാക്സിമം ട്രേഡിൽ നിന്ന് മാറി നിൽക്കലാണ് പതിവ്. പക്ഷെ എന്തോ കുറച്ചുകൂടി ഒന്നുകൂടി കോൺഫിഡൻസ് കിട്ടിയോണ്ട് വീണ്ടും വീണ്ടും ട്രേഡ് എടുത്തു. അത് തന്നെ വലിയ ലോസിലോട്ട് മാറി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ 2-3 ദിവസം ഒന്ന് മാറി നിൽക്കും. ജസ്റ്റ് ട്രേഡ് ഒന്നും എടുക്കാതെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഒന്ന് ചെക്ക് ചെയ്യും. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് മാർക്കറ്റിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ലോസ് വന്നു എന്നുള്ളതൊന്ന് ട്രേഡ് എടുക്കാതെ പുറത്തുനിന്ന് മാർക്കറ്റ് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഈ ഒരു എക്സ്പയർ കഴിയുന്നത് വരെ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ ക്യാപിറ്റൽ അവിടെ സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരുന്നോട്ടെ. ഈ എക്സ്പയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ട്രേഡ്സും കാര്യങ്ങളും നോക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആദ്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ റൂള് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത്. കാരണം മാക്സിമം നമ്മളൊരു അലൗഡ് ആയിട്ടുള്ള ലോസ് 10,000 ആയിരുന്നു. അതിനെ ജസ്റ്റ് ഡബിളോളം നമ്മളൊന്ന് ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവിക്കുന്ന ദിവസം നെക്സ്റ്റ് ഡേയ്സിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്താണ് നോർമലി സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉണ്ടാക്കിയ ലോസ് എങ്ങനെയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ കൂടുതൽ പൊസിഷൻ സൈസ് കൂട്ടിയിട്ട് നമ്മൾ നാളെ ട്രേഡ് എടുക്കും. ചിലപ്പോൾ ഇന്നിപ്പോൾ 520 ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തെങ്കിൽ നാളെ അത് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കും. അങ്ങനെ ലോസ് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുന്നത്. നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 100% നമുക്ക് ടെക്നിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ 60-70% നമ്മളെ സൈക്കോളജിയാണ്. നമ്മൾ സൈക്കോളജി കറക്റ്റ് അല്ലെങ്കിൽ അല്ലാതെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ട്രേഡ് എടുത്താലും ലോസ് ആയിരിക്കും. കാരണം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ട്രേഡ് എടുക്കില്ല, വേണ്ടാത്ത സ്ഥലത്ത് പോയിട്ട് ട്രേഡ് എടുക്കും. കറക്റ്റ് നമുക്ക് ആ സ്ഥലത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോസ് ആവുന്ന ഒരു ഐഡിയ ഉണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ കയറി ട്രേഡ് എടുക്കും. കാരണം നമുക്ക് ആ മൂവ്മെന്റ് മിസ്സാവും എന്നുള്ള പേടിയുണ്ട്. നമുക്ക് നല്ലൊരു മൂവ് ക്യാച്ച് ചെയ്യാന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കാൻ ഒരു ഇതുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ലോസ് നമ്മളെ മൈൻഡിൽ അത് അങ്ങനെ ഉണ്ടായിരിക്കും. അത് എങ്ങനെയെങ്കിലും ഇത് കവർ ചെയ്യണം, നമുക്ക് ഉണ്ടായിരുന്ന ആ ക്യാപിറ്റലിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ 2-3 ദിവസം നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാതെ ഒന്ന് പുറത്ത് നിന്നിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യും. പലപ്പോഴും ട്രേഡ് എടുക്കാതിരിക്കാൻ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ സെറോദയാണ് യൂസ് ചെയ്യുന്നത്. സെറോദയിൽ കിൽ സ്വിച്ച് ഓൺ ആക്കിയിടും. കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് നമ്മളുടെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ടെമ്പററി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ജസ്റ്റ് അത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മാത്രം അത് റീആക്ടിവേറ്റ് ചെയ്യും. അതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അറിയാം, ഇപ്പോൾ നാളെ ട്രേഡ് എടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാം. കാരണം ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു വലിയ ലോസ് എടുത്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
തയ്യാറാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾക്ക് നമ്മളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതിലുള്ളത് നല്ലൊരു ലാഭത്തിലെ പ്രോഫിറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ മന്ത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപിറ്റലിങ് പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത മാസം നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കാം. വെറുതെ എന്തിനാ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുപോയി കളയുന്നത്? അതുകൊണ്ട് ജസ്റ്റ് 2-3 ദിവസം നമ്മൾ ഇതൊന്ന് മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നെക്സ്റ്റ് വെൻസ്ഡേ അടുത്ത ട്രേഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.